കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു വൻ ഭൂചലനത്തിനാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. പിളരും തോറും വളരും എന്ന കേരള കോൺഗ്രസിന്റെ പഴയ തത്വം ഇക്കുറി പാടെ തിരുത്തപ്പെട്ടിരിക്കുന്നു. കോട്ടയത്തിന്റെ മണ്ണിൽ KM മാണി പടുത്തുയർത്തിയ ആ രാഷ്ട്രീയ സാമ്രാജ്യം ഇന്ന് ഒരു വലിയ ചോദ്യചിഹ്നത്തിന് മുന്നിലാണ്. 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ ഏറ്റവും കനത്ത തിരിച്ചടിയുണ്ടായിട്ടുള്ള പാർട്ടി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമാണ്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റ് 4 സിറ്റിംഗ് MLA-മാരും ഉൾപ്പെടെ പാർട്ടിയുടേതായി മത്സരിച്ച 12 സ്ഥാനാർത്ഥികൾക്കും ഈ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. KM മാണിയുടെ പാർട്ടിക്ക് ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം ഇല്ലാതെ പോകുന്നു എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നാം ഓർത്തിരിക്കേണ്ടതാണ്. 1964 രൂപീകൃതമായ കാലം മുതൽ കേരള നിയമസഭയിൽ നിർണായക ശക്തിയായിരുന്ന ഒരു പാർട്ടിക്ക് ഇന്ന് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥ. പാർട്ടി ചെയർമാൻ പാലായിൽ പരാജയപ്പെട്ടു. ഇടുക്കിയുടെ കരുത്തനായ മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെട്ടു. N ജയരാജ് കാഞ്ഞിരപ്പള്ളിയിൽ വീണു. ചുരുക്കത്തിൽ നിയമസഭയിൽ ശബ്ദമുയർത്താൻ മാണി ഗ്രൂപ്പിന് ഇന്ന് ആളില്ല. രാജ്യസഭയിൽ ജോസ് കെ മാണിക്ക് MP സ്ഥാനമുണ്ടെങ്കിലും അത് CPIM-ന്റെ പിന്തുണയോടെ ലഭിച്ച ഒന്നാണെന്ന യാഥാർത്ഥ്യം പാർട്ടിയുടെ വിലപേശൽ ശേഷിയെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. ജോസ് കെ മാണിയെയും പാർട്ടിയെയും സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയുമായുള്ള രാഷ്ട്രീയ പങ്കാളിത്തം വലിയ തിരിച്ചടിയായി മാറി. പരമ്പരാഗതമായി കേരള കോൺഗ്രസിന്റേത് ക്രൈസ്തവ വോട്ട് ബാങ്കാണ്. കത്തോലിക്ക സഭാ നേതൃത്വത്തിന്റെ നിരുപാധികമായ പിന്തുണയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആയുധം. എന്നാൽ ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതോടെ ഈ ഘടകങ്ങളും ജോസിന് കൈമോശം വന്നു. ഇതോടെ ജോസ് വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങൾ പുകഞ്ഞിരുന്നു എന്നതാണ് വാസ്തവം. LDF-ൽ തുടരുന്നത് പാർട്ടിയുടെ അടിത്തറ തകർക്കുമെന്ന് ഒരു വിഭാഗം നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജോസ് കെ മാണിക്കും UDF-ലേക്ക് മടങ്ങാൻ താൽപര്യമുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സഭകളുടെ പിന്തുണയും ഈ നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ കടുംപിടുത്തം ഈ നീക്കത്തെ തടഞ്ഞു. UDF-ലേക്ക് പോയാൽ തന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയമാണോ റോഷിയെ ഇതിന് പ്രേരിപ്പിച്ചത് എന്ന ചോദ്യം ഇന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. ചരിത്രപരമായ വിഡ്ഢിത്തം എന്നാണ് പല നേതാക്കളും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. റോഷി അഗസ്റ്റിനെതിരെ ഇപ്പോൾ ഉയരുന്ന വിമർശനം കേവലം ഒരു ആരോപണമല്ല, മറിച്ച് പാർട്ടിയുടെ നിലനിൽപ്പ് അപകടത്തിലായതിലുള്ള അണികളുടെ രോഷമാണ്. ജയകൃഷ്ണൻ പുതിയടത്തിനെ പോലെയുള്ള നേതാക്കൾ പരസ്യമായി റോഷി അഗസ്റ്റിനെതിരെ രംഗത്തുവന്നത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. പ്രമോദ് നാരായണനെ പോലെയുള്ളവർ വിവരങ്ങൾ ചോർത്തി നൽകി മുഖ്യമന്ത്രിയെക്കൊണ്ട് ഭീഷണിപ്പെടുത്തിച്ചു എന്ന ഗൌരവകരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. അണികളിൽ ഭൂരിഭാഗവും UDF-ലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അത് അസാധ്യമാണ്. കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും ഇത്തവണ UDF-ആണ് വിജയിച്ചത്. ഇതിൽ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, പുതുപ്പള്ളി, വൈക്കം, കോട്ടയം എന്നിങ്ങനെ 6 കോൺഗ്രസ് പ്രതിനിധികളാണ് വിജയിച്ചത്. ജോസ് വിഭാഗം UDF-ലേക്ക് മടങ്ങിയാൽ ഈ സീറ്റുകൾക്കായി അവർക്ക് അവകാശവാദം ഉന്നയിക്കേണ്ടി വരും. എന്നാൽ സിറ്റിംഗ് MLA-മാരുള്ള മണ്ഡലങ്ങൾ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയുമില്ല. ഇനി 2031 ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായാൽ പോലും സ്വന്തം തട്ടകമായ പാലായിൽ വിജയിക്കുക എന്നത് ജോസിന് പ്രയാസകരമായിരിക്കും. മാണി സി കാപ്പൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതോടെ പാലായിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാനാണ് UDF അണികൾ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ മണ്ഡലം പൂർണ്ണമായും UDF-നൊപ്പം നിൽക്കാനാണ് സാധ്യത. പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളും മറ്റൊരു പ്രതിസന്ധിയാണ്. ജോസ് കെ മാണിയുടെ UDF പ്രവേശനം തടഞ്ഞത് റോഷി അഗസ്റ്റിനാണെന്ന വികാരം ജോസ് അനുകൂലികൾക്കിടയിലുണ്ട്. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും തമ്മിലുള്ള ഭിന്നത പാർട്ടിയെ പിളർപ്പിലേക്ക് നയിച്ചേക്കാം. എന്നാൽ നിയമസഭയിൽ ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത പാർട്ടിയുടെ പിളർപ്പ് രാഷ്ട്രീയമായി അപ്രസക്തമായിരിക്കും. അതേസമയം മോൻസ് ജോസഫ് UDF മന്ത്രിസഭയിൽ അംഗമാകുന്നതോടെ സഭാ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ സ്വാഭാവികമായും മോൻസിനെയാകും സമീപിക്കുക. ഇത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതാക്കും. പാലാ വിട്ട് കടുത്തുരുത്തിയിൽ മത്സരിക്കാമെന്ന് വെച്ചാൽ പോലും മോൻസ് ജോസഫിന്റെ കരുത്തിനു മുന്നിൽ ജോസിന് പിടിച്ചു നിൽക്കാനാവില്ല. ചുരുക്കത്തിൽ കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും പരാജയപ്പെടുമെന്ന അവസ്ഥയിലേക്ക് ജോസ് കെ മാണി അധപതിച്ചിരിക്കുന്നു.
ജോസ് കെ മാണി വിഭാഗം തകർന്നടിഞ്ഞപ്പോൾ PJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗം 8-7 സീറ്റും നേടി ചരിത്ര വിജയം കുറിച്ചു. തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫിന്റെ വിജയം ഒരു തലമുറ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. UDF-നൊപ്പം നിന്ന കേരള കോൺഗ്രസുകാർ വിജയിച്ചു കയറുകയും LDF-നൊപ്പം നിന്നവർ തൂത്തെറിയപ്പെടുകയും ചെയ്തു എന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. PJ ജോസഫ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിലെ അണികളെയും നേതാക്കളെയും തന്റെ പാർട്ടിക്കൊപ്പം ചേരാൻ സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥ കേരള കോൺഗ്രസ് ഞങ്ങളാണ് എന്ന ജോസഫിന്റെ പ്രഖ്യാപനം ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ളിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ഇനി കോട്ടയം ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് മാറി ഏതെങ്കിലും CPIM-ന്റെ ശക്തി കേന്ദ്രത്തിൽ പോയാൽ പോലും ജോസ് കെ മാണിയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയില്ല എന്നതാണ് വസ്തുത. ഒരു പരിധിവരെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ എവിടെ മത്സരിച്ചാലും ഏത് അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു നേതാവായി ജോസ് കെ മാണി അധപതിച്ചിരിക്കുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പരാജയം ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ പരാജയമാണ്. റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ പരാജയപ്പെട്ടതോടെ സ്വന്തം നാടായ പാലായിലേക്ക് തിരികെ എത്തുമ്പോൾ അതും ജോസ് കെ മാണിക്ക് വലിയ ഭീഷണിയായി മാറും. ഇത്തരത്തിൽ നോമിനേറ്റഡ് അംഗമായതുകൊണ്ട് മാത്രം രാജ്യസഭാ MP എന്ന നിലയിൽ ജനപ്രതിനിധിയുടെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന ജോസ് കെ മാണി 2030 രാജ്യസഭാ ടേം പൂർത്തിയാകുന്നതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുവാൻ സാധ്യതയുണ്ട് എന്നുവരെ ചില രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പായും പറയുവാൻ സാധിക്കും: KM മാണിയുടെ രാഷ്ട്രീയ പൈതൃകം നിലനിർത്തുവാൻ മകനായിട്ടുള്ള ജോസ് കെ മാണിക്ക് സാധിച്ചിട്ടില്ല. അദ്ദേഹം വെറുമൊരു ഊതിപ്പെരിപ്പിച്ച ബലൂണാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെ ഇനി ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജോസ് കെ മാണി ജനപ്രതിനിധിയാകുമോ എന്ന കാര്യത്തിൽ തർക്കങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇനി പാലാ നഗരസഭയിലേക്ക് മത്സരിച്ച് മുനിസിപ്പൽ ചെയർമാൻ ആകുവാനുള്ള സാധ്യതയുണ്ടെന്ന പരിഹാസം നേരത്തെ 2021 പരാജയപ്പെട്ടപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നിരുന്നു. എന്നാൽ 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാലാ മുനിസിപ്പാലിറ്റിയും UDF പിടിച്ചെടുത്തതോടെ അതിനുപോലും അദ്ദേഹത്തിന് സ്കോപ്പില്ല എന്നതാണ് വസ്തുത. മാണി ഗ്രൂപ്പ് മാത്രമല്ല, കേരള കോൺഗ്രസ് Bയിലെ ഗണേഷ് കുമാറിന്റെ പരാജയവും വലിയ ചർച്ചയാകുന്നുണ്ട്. സിനിമാ നടനെന്ന നിലയിലുള്ള പ്രതിച്ഛായ പോലും ഗണേഷിനെ പത്തനാപുരത്ത് തുണച്ചില്ല. സോളാർ കേസും ഉമ്മൻചാണ്ടി ഫാക്ടറും മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ അത് LDF പാളയത്തിലെ എല്ലാ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളെയും തകർത്തു കളഞ്ഞു. അനൂപ് ജേക്കബ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും UDF-ന്റെ മേധാവിത്വം ഉറപ്പിക്കുന്നു. ഇനി ജോസ് കെ മാണിക്ക് മുന്നിലുള്ള വഴികൾ എന്താണ്? ഒന്നുകിൽ ആഭ്യന്തര കലഹം പരിഹരിച്ച് LDF-ൽ തന്നെ തുടരുക, അല്ലെങ്കിൽ UDF-ലേക്ക് മടങ്ങാൻ ശ്രമിക്കുക. എന്നാൽ 100 സീറ്റുകൾക്ക് മുകളിൽ നേടി അധികാരത്തിലെത്തുന്ന UDF-ന് ഇപ്പോൾ ഒരു സീറ്റും ഇല്ലാത്ത മാണി ഗ്രൂപ്പിനെ ആവശ്യമുണ്ടോ എന്നത് വലിയ ചോദ്യമാണ്. പിളർപ്പിലൂടെ വളർന്ന കേരള കോൺഗ്രസ് ചരിത്രം ഇനി ലയനത്തിലൂടെയോ അതോ പൂർണ്ണമായ അസ്തമയത്തിലൂടെയോ കടന്നുപോകുമോ എന്ന് തോൽവി പഠിക്കാൻ 9-ാം തീയതി ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനു ശേഷം അറിയാം. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.